കാര്യത്തിലാണ് ഈ ആയത്ത് അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളത്. എന്നിട്ട് സുദീർഘമായ തഫ്സീറാണ്, സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ അത് ചുരുക്കി പറയുകയാണ്. ആ ഭാഗം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ആ ആശയധാരയിൽ നിന്ന് സോഴ്സ് ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകളെ ഹിജാസിന്റെ ഭാഗത്ത് നമുക്ക് കാണാം. യുഖാലു ലഹുൽ വഹാബിയ, അവരെ കുറിച്ച് വഹാബിയത്താണെന്ന് പറയപ്പെടുന്നത്. ഉലൈക ഹിസ്ബു ശൈത്താൻ അലാ ഇന്ന ഹിസ്ബ ശൈത്താനി ഹുമുൽ ഖാസിറൂൻ, അവർ പിശാചിന്റെ ആളുകളാണ്, അവർ പരാജിതരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അവർ അത് അവസാനിപ്പിക്കുന്നുണ്ട്. സലഫികൾക്ക് സൗദി അറേബ്യയുടെ ഭരണം കിട്ടുന്നതിന്റെ മുമ്പ് പ്രിന്റ് ചെയ്ത വിശുദ്ധമായ ഹാഷിയത്ത് സ്വാമിയിൽ നമുക്കത് കാണാൻ കഴിയും. പുതിയ പ്രിന്റുകളിൽ നിന്ന് അത് മുഴുവൻ എടുത്തു മാറ്റപ്പെട്ടതും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മഹത്തുക്കൾ മുഴുവനും കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നു ആരാണ് അള്ളാഹുവിന്റെ ദീനിനെ പൊളിച്ചത്, ആരാണ് ഫലസ്തീനിനെ പൊളിച്ചത്, ആരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ പൊളിച്ചത്, ആരാണ് ഉസ്മാനിയ ഖിലാഫത്തിനെ പൊളിച്ചത്. വഹാബികളായിരുന്നു. ആ വഹാബികൾ പൊളിച്ച ഫലസ്തീനിന് വേണ്ടി ഐക്യദാർഢ്യ സമ്മേളനം നടത്താൻ അവരെ കൂടെ കൂട്ടിയിട്ട് തെരുവോരങ്ങളിൽ മുദ്രാവാക്യം വിളിച്ചു നടക്കുന്നത് യഥാർത്ഥത്തിൽ വിരോധാഭാസമാണ് എന്ന് കൂടെ സാന്ദർഭികമായി പറയുകയാണ്. കാരണം ഇന്ന് തകർന്നടിഞ്ഞു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങളുടെ ശരീരങ്ങളും കബന്ധങ്ങളും പിടിച്ചു പറിച്ചു പുറത്തേക്ക് എടുക്കുമ്പോ ചിന്നിച്ചിതറി കിടക്കുന്ന ശരീരങ്ങളെ നോക്കിയിട്ട് പള്ളി മെഹ്റാബുകളിൽ നിന്ന് കണ്ണീരൊലിപ്പിച്ച് ദുആ ചെയ്യാൻ നമ്മൾ വിധിക്കപ്പെട്ടതിന്റെ കാരണം ഈ വഹാബിയത്ത് പൊളിച്ചു കളഞ്ഞതാണ് ഫലസ്തീനിലെ. ഈ വഹാബിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാടുകളിലുള്ള മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയ അവാന്തര വിഭാഗങ്ങൾ മുഴുവനും ആ ഒരു ആശയധാരയിൽ നിന്ന് സോഴ്സ് ഉൾക്കൊണ്ടവരാണ്. റാഡിക്കൽ വഹാബിസം. റാഡിക്കൽ വഹാബിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ നടന്ന രക്തപങ്കിലമായ തേരോട്ടം എവിടെ നിന്നാ തുടങ്ങിയത്? മഹാനായ സ്വഹാബി വര്യൻ സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ തകർത്തുകൊണ്ടാണ് അവിടെ നിന്ന് തുടക്കം കുറിച്ചത്. എന്താണ് മഖ്ബറകളോട് ഇത്ര അരിശം? മഹാന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹു നമുക്ക് ഉത്തരം നൽകും. ആ കാര്യത്തിൽ നമുക്ക് സന്ദേഹമില്ല. വിശുദ്ധമായ ഖുർആൻ അതിനെ നസ്സായി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ബീവി മറിയം റളിയല്ലാഹു അൻഹുവിനെ സക്കരിയ നബി അലൈഹിസ്സലാം കഫാറത്ത് ഏറ്റെടുത്ത സന്ദർഭം, ചുരുക്കി പറഞ്ഞാൽ ആ മിഹ്റാബിലേക്ക് കയറി ചെന്ന സന്ദർഭം, മറിയം ബീവിയോട് സക്കരിയ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ടല്ലോ, മറിയമേ എവിടെ നിന്നാണ് നിനക്ക് പഴവർഗ്ഗങ്ങൾ കിട്ടിയത്? അദ്ദേഹമാണല്ലോ കഫീല് കൊടുക്കാതെ എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, എന്റെ റബ്ബ് എനിക്ക് ഇറക്കി തന്നതാണ് എന്ന് പറഞ്ഞപ്പോ ആ മഹദിയുടെ മഹത്വം മനസ്സിലാക്കി ആ മുബാറക്കായ മജ്ലിസിൽ വെച്ച് അവിടെ വെച്ച് ആ മുബാറക്കായ സ്ഥലത്ത് വെച്ച് സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. കുറെ കാലമായല്ലോ റബ്ബേ, പ്രായമങ്ങ് എത്തിയിട്ടുണ്ട്, ഭാര്യയുടെ പ്രായമങ്ങ് കവിഞ്ഞു പോയിട്ടുണ്ട്, കുഞ്ഞില്ലല്ലോ, സങ്കടമുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് യഹ്യാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൊടുത്തത്. മറിയമിന്റെ അനുഗ്രഹീതമായ മുബാറക്കായ സന്നിധാനത്ത് വെച്ച് അനുഗ്രഹം കണ്ടപ്പോ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ദുആ ചെയ്തപ്പോൾ അള്ളാഹു ഉത്തരം കൊടുത്തിട്ടുണ്ട്. മഹാത്മാക്കൾ അവർ അന്തിയുറങ്ങുന്ന വിശ്രമ കേന്ദ്രങ്ങളിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ ഉമ്മത്തിന് അള്ളാഹു തആല കാവൽ നൽകും. ആ കാവൽ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ദീനിനെ പൊളിക്കാൻ കഴിയൂ എന്നതുകൊണ്ടാണ് സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ പൊളിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടത്. നോക്കൂ നിങ്ങൾ, 1920-കൾക്ക് മുമ്പ് ജന്നത്തുൽ മുഅല്ലയിൽ പോയാൽ നമുക്ക് കാണാമായിരുന്ന വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ മഖ്ബറക്ക് മുകളിലുള്ള സുന്ദരമായ താഴികക്കുടം. അതേ കാലഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ ബഖീഇലെ ആ മഖ്ബറകൾക്ക് മുകളിലൂടെയൊക്കെ താഴികക്കുടങ്ങൾ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായി കെട്ടിപ്പടുത്ത ഖുബ്ബകൾ ഉണ്ടായിരുന്നു. അത് മുഴുവൻ ഈ വഹാബിസത്തിന് അധികാരം കിട്ടിയപ്പോഴാണ് അവർ മുഴുവൻ തച്ചു തകർത്തതെന്ന് മാത്രമല്ല, വിശുദ്ധമായ മക്കയിലെ ഹറമിലെ മദീന റൗള ഷരീഫിലെ അടക്കമുള്ള സമ്പത്ത് മുഴുവനും കള്ളം നടത്തുകയും അത് മുഴുവൻ കട്ടെടുക്കുകയും ഒരുപാട് മുസ്ലിമീങ്ങളെ കാഫിറാക്കി ലക്ഷക്കണക്കിന് വരുന്ന പേരെ AD 1804 കൊന്നൊടുക്കുകയും ചെയ്ത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. AD 1814 ബഹുമാനപ്പെട്ട സയ്യിദ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന മണ്ണ്, ആ ഭൂമി, ആ കെട്ടിടം മുഴുവനും അവർ തകർത്ത് കളഞ്ഞത്. അവിടെയൊക്കെ ബറക്കത്തുണ്ട് എന്ന് വിശ്വസിച്ചവരായിരുന്നു മുഅ്മിനീങ്ങൾ. ആ ബറക്കത്ത് മുഴുവൻ എടുത്തു കളയണം. അതിനുവേണ്ടിയുള്ള തേരോട്ടമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ നടന്നത്. ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ ആ വിഷം നമ്മുടെ രാജ്യത്തേക്ക്, നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നത് 1920-കളാണ്. 1920-കളുടെ അവസ്ഥ എന്താണ്? 1821 മുതൽ 1921 വരെയുള്ള ഒരു നൂറ്റാണ്ട് കാലത്തിനിടക്ക് 51ഓളം ലഹളകളാണ് നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയിട്ടുള്ളത് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ ലഹളകൾ നിമിത്തമായി നമ്മുടെയൊക്കെ വീടുകളിൽ, കുടുംബങ്ങളിൽ, പൂർവികരിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും സങ്കീർണതകളും നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു പശ്ചാത്തലം മുതലെടുത്തുകൊണ്ട് എല്ലാവരും ബ്രിട്ടീഷുകാർക്കെതിരെയാണ്. ബ്രിട്ടീഷുകാരുടെ കരാർ ഹസ്തങ്ങളിൽ ഇങ്ങനെ പിടഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന
സന്ദർഭമാണ്. ഈ സമയത്ത് എന്ത് നവീനാശയം കയറ്റിക്കൂട്ടിയാലും ആരും പ്രതിരോധിക്കാൻ ഉണ്ടാകില്ലെന്ന വിശ്വാസത്തോടു കൂടെയാണ് റാഡിക്കൽ വഹാബിസം എന്ന തീവ്ര വഹാബിസം അവതരിപ്പിച്ചാൽ അത് കേരളത്തിന്റെ മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ വിലപ്പോകില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈജിപ്ഷ്യൻ ത്രിമൂർത്തികളായ മുഹമ്മദ് അബ്ദുലിന്റെയും റഷീദ് റിളയുടെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും കുറച്ചുകൂടെ ആളുകൾക്കിടയിലേക്ക് അവതരിപ്പിക്കാൻ പറ്റിയ കുറച്ചുകൂടെ സ്മൂത്തായ ഒരു വഹാബിസം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് മക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ. അങ്ങനെ അതങ്ങനെ പ്രചരിപ്പിച്ച് തുടങ്ങുന്ന ഒരു കാലം 1920-കൾ, അങ്ങനെ തീക്ഷ്ണമായ ഒരു കാലഘട്ടം. പക്ഷേ നോക്കൂ നിങ്ങൾ, നമ്മുടെ ഉലമാക്കൾ 1924 മാർച്ച് 3-നാണ് ഈ നാട്ടിൽ നിന്ന്, ഈ മണ്ണിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അനന്തരമായി എടുത്ത് ബഹുമാനപ്പെട്ട ഖിലാഫത്ത് റാഷിദയിലൂടെ, അമവികളിലൂടെ, അബ്ബാസുകളിലൂടെ, ഉസ്മാനികളിലൂടെ തുടർന്നു വന്ന ആ ബഹുമാനപ്പെട്ട ഖിലാഫത്ത് അവസാനിച്ചപ്പോ ഇനി ലോകത്ത് ആഗോളപരമായി